നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. തൃശൂർ ഒല്ലൂരിൽ ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച മിനി ബസ്സിൽ ചരക്ക് ലോറിയിടിച്ച് 5 അയ്യപ്പ ഭക്തർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ ബസ് ഡ്രൈവറുടെ നില ഗുരുതരമാണ്. അയ്യപ്പ ഭക്തർ തമിഴ്നാട് ഈറോഡ് സ്വദേശികളാണ്. ഇന്ന് വെളുപ്പിന് 4:20 അപകടം. പരിക്കേറ്റവർ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞ അവയവദാതാവ് എന്ന ചരിത്രം സൃഷ്ടിച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ട ആലൻ ഷെറിൻ നാടിന്റെ നോവായി. കൊച്ചി അമൃതയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ അവയവങ്ങൾ ഇന്നലെ രാത്രിയോടെ തിരുവനന്തപുരത്ത് എത്തിച്ചു. മുല്ലപ്പള്ളി വെസ്റ്റ് കോഴഞ്ചേരി മലയാറ്റൂർ വാലുമണ്ണിൽ കുടുംബാംഗം അരുൺ എബ്രഹാമിന്റെയും മുല്ലപ്പള്ളി ഈസ്റ്റ് പുളിഞ്ചിമുട്ടിൽ ഷെറിൻ ആൻഡ് ജോണിന്റെയും ഏക മകളാണ് ആലൻ ഷെറിൻ. 10 മാസമുള്ള ഏക മകളുടെ അവയവങ്ങൾ എറണാകുളം അമൃത ആശുപത്രിയിൽ അച്ഛൻ അരുൺ എബ്രഹാമും അമ്മ ഷെറിൻ ആൻഡ് ജോണുമാണ് ദാനം ചെയ്തത്. കരൾ, 2 വൃക്ക, ഹൃദയവാൽവ്, 2 നേത്ര പടലങ്ങൾ എന്നിവയാണ് ദാനം ചെയ്തത്. ആലൻ ഷെറിൻ എബ്രഹാം ഇനി 4 പേരിലൂടെ ജീവിക്കും. ദാനം ചെയ്യുന്ന ഹൃദയവാൽവ് തിരുവനന്തപുരം ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും കരൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലേക്കും കിഡ്നി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കുമാണ് എത്തിക്കുന്നത്. കണ്ണുകൾ അമൃത ആശുപത്രിയിലെ നേത്ര ബാങ്കിന് കൈമാറി. ഈ മാസം 5 ഉച്ചയ്ക്ക് 2:30 കോട്ടയം പള്ളത്ത് വെച്ച് കാറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റ കുഞ്ഞ് അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഷെറിനും മാതാവ് ജെസ്സി ജോണും പിതാവ് രാജൻ ജോണും കാറിലുണ്ടായിരുന്നു. പരിക്കേറ്റ് ഇവർ തിരുവല്ലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അധ്യാപികയായ ഷെറിൻ കോട്ടയത്ത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു. ഇൻക്വസിറ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം രാത്രി വൈകി ബന്ധുക്കൾക്ക് കൈമാറി. ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. സംസ്കാരം നെടുങ്ങാടപ്പള്ളി CSI പള്ളിയിൽ പിന്നീട് നടത്തും. കൊല്ലം ആശ്രാമത്തെ ESI മെഡിക്കൽ കോളേജ് ആശുപത്രി സംസ്ഥാന സർക്കാർ അട്ടിമറിക്കുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. മെഡിക്കൽ കോളേജ് വരില്ലെന്ന് ഉറപ്പാക്കാൻ ഇടതുപക്ഷം ശ്രമിക്കുകയാണ്. തൊഴിലാളി സ്നേഹം പറഞ്ഞ് തൊഴിലാളി വിരുദ്ധതയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. 300 പേർക്കെങ്കിലും തൊഴിൽ ലഭിക്കേണ്ടത് ഇല്ലാതാക്കി. 50 മെഡിക്കൽ സീറ്റുകൾ ഇത്തവണ ലഭിക്കേണ്ടതായിരുന്നു. LDFന്റെ നേതൃത്വത്തിൽ കൊല്ലത്ത് പല ആശുപത്രികളുണ്ട്. ESI മെഡിക്കൽ കോളേജ് വന്നാൽ പാർട്ടിയുടെ ആശുപത്രികൾക്ക് നഷ്ടമുണ്ടാകും. തൊഴിലാളികളല്ല, പാർട്ടിയാണ് വലുത് എന്നതാണ് അവരുടെ നിലപാടെന്നും മുരളീധരൻ ചൂണ്ടിക്കാട്ടി. അനുമതിയില്ലാതെ ഈച്ച പോലും കടക്കില്ല പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ. അവിടെ മദ്രാസ് റെജിമെന്റ്സിന്റെ ഓഫീസേഴ്സ് മെസ്സിൽ DJ പാർട്ടിക്കിടെ 2 കോടി വിലയുള്ള 2 ആനക്കൊമ്പുകൾ മോഷ്ടിച്ചു. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് 2 മദ്രാസ് റെജിമെന്റ് കരസേനാ മേധാവിയുടെ കമൻഡേഷൻ ലഭിച്ചത് ആഘോഷിക്കാൻ ബുധനാഴ്ച രാത്രി നടത്തിയ പാർട്ടിക്കിടെയാണ് മോഷണം. കാറ്ററിംഗ്, DJ ലൈറ്റിംഗ് എന്നിവയ്ക്കായി 19 പേർ പുറത്തുനിന്നെത്തിയിരുന്നു. വ്യാഴാഴ്ച പുലർച്ചെ 3 വരെ ആഘോഷം നീണ്ടു. മെസ് ഹാളിൽ സ്റ്റാൻഡിൽ ഘടിപ്പിച്ചിരുന്ന ആനക്കൊമ്പുകൾ നഷ്ടപ്പെട്ടത് രാവിലെയാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തെരച്ചിൽ ഫലമില്ലാതായതോടെ വ്യാഴാഴ്ച രാത്രി സിറ്റി പോലീസ് കമ്മീഷണർ K. കാർത്തിക്കിനെ വിവരമറിയിച്ചു. സുബേദാർ GS വിനോദിന്റെ പരാതിയിൽ വ്യാഴാഴ്ച അർദ്ധരാത്രി പൂജപ്പുര പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. DJ പാർട്ടിയുമായി ബന്ധപ്പെട്ടെത്തിയവരാണ് കവർച്ച നടത്തിയതെന്നാണ് FIR. ആ 19 പേരെ പോലീസ് ചോദ്യം ചെയ്തെങ്കിലും തുമ്പ് കിട്ടിയില്ല. കൂട്ടത്തിൽ പ്രായപൂർത്തിയാകാത്തവരുമുണ്ട്. സംസ്ഥാന സർക്കാർ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ പറന്നത് എന്തിനൊക്കെ എവിടേക്കൊക്കെ വിവരങ്ങൾ രഹസ്യമായതിനാൽ മറുപടി പറയാൻ കഴിയില്ലെന്ന് പോലീസ്. വിവരാവകാശ നിയമപ്രകാരം നൽകിയ അപേക്ഷയ്ക്കാണ് ഈ പ്രതികരണം. ഡൽഹിയിലെ ചിപ്സൺ ഏവിയേഷൻ കമ്പനിയിൽ നിന്ന് മാസം 80 ലക്ഷം രൂപയ്ക്ക് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്ന അറിവ് മാത്രമാണ് തങ്ങൾക്കുള്ളതെന്നാണ് മറുപടി. മറ്റു ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ പോലീസ് ആസ്ഥാനത്ത് അപേക്ഷ നൽകിയെങ്കിലും വിവരങ്ങളെല്ലാം സമ്പൂർണ്ണ രഹസ്യമെന്നായിരുന്നു പ്രതികരണം. കരാർ സംബന്ധിച്ച് നേരത്തെ സർക്കാർ വെളിപ്പെടുത്തിയ വിവരങ്ങളെക്കുറിച്ച് പോലും അധികൃതർക്ക് മൗനം. ആശാസമരത്തെ അനുകൂലിച്ചതിന്റെ പേരിലാണ് തന്നെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. എന്നാൽ പിണറായി സർക്കാരിന് തുടർഭരണം വേണ്ടെന്ന് പറഞ്ഞ സച്ചിദാനന്ദൻ സാഹിത്യ അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് തുടരുന്നു. ഇതിനർത്ഥം അദ്ദേഹത്തിന് എനിക്കില്ലാത്ത എന്തോ അത്ഭുത സിദ്ധി ഉണ്ടെന്ന് തോന്നുന്നുവെന്ന് നടൻ പ്രേംകുമാറിന്റെ പരിഹാസം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് നടൻ പ്രേംകുമാറിന്റെ ഈ പരിഹാസം. ചലച്ചിത്രമേളയുടെ സിനിമ അവാർഡ് നിർണയത്തിന്റെയും ഒരുക്കങ്ങൾക്കിടെ ഒരു അറിയിപ്പുമില്ലാതെയാണ് തന്നെ മാറ്റിയെന്ന വിമർശനവും പ്രേംകുമാർ ഉന്നയിക്കുന്നു. അധികാരം പാർട്ടിയെ നശിപ്പിക്കുമെന്നും 3ാമത് ഭരിച്ചാൽ കേരളത്തിൽ CPMന്റെ സ്ഥിതി ബംഗാളിലേതുപോലെയാകുമെന്നും സച്ചിദാനന്ദൻ തുറന്നടിച്ചിരുന്നു. കേരളത്തിലെ 7 റെയിൽ പദ്ധതികൾക്കായി DPR തയ്യാറാക്കുന്നതിനുള്ള സർവേകൾക്ക് അനുമതിയായിട്ടുണ്ടെന്ന് റെയിൽവേ മന്ത്രാലയം. മണിക്കൂറിൽ 160 കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ റെയിൽവേ ഗതാഗതം സാധ്യമാക്കുന്നതിനായി വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനായുള്ള സർവേകൾക്കാണ് അനുമതി നൽകിയെന്ന് റെയിൽവേ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നാഗർകോവിലിനും മംഗളൂരുവിനും ഇടയിലാണ് ഈ 7 പദ്ധതികൾ എന്നതിനാൽ കേരളത്തിനാകെ ഗുണം ലഭിക്കും. നാഗർകോവിൽ തിരുവനന്തപുരം 71 കിലോമീറ്റർ 3ാം പാതയാണ് പുതിയ പദ്ധതിയിൽ ഒന്ന്. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ
ഹിയറിംഗിനുള്ള സമയം ഇന്ന് അവസാനിക്കും. ഇന്നലെ വരെ 122 നിയോജക മണ്ഡലങ്ങളിലാണ് ഹിയറിംഗ് പൂർത്തിയായത്. എല്ലാവരുടെയും ഹിയറിംഗ് നടത്തി വോട്ടർ പട്ടിക പരിഷ്കരിക്കുന്നതിനാണ് പ്രഥമ പരിഗണനയെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഹിയറിംഗിലൂടെ 39,297 പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായത്. ഇതിൽ 33,450 പേർ താമസം മാറിയവരും 1,630 പേർ വിദേശ പൗരത്വം സ്വീകരിച്ചവരുമാണ്. 4,217 പേർ എന്യൂമറേഷൻ കാലഘട്ടത്തിൽ മരിച്ചവരാണ്. ഈ മാസം 21-നാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന് ശേഷമുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. ചൂട് വർദ്ധിച്ചതിനാൽ സംസ്ഥാനത്ത് തൊഴിൽ സമയം പുനഃക്രമീകരിച്ചു. പകൽ വെയിലത്ത് പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് സൂര്യാഘാതം ഏൽക്കുന്നതിനുള്ള സാഹചര്യം ഉൾപ്പെടെ കണക്കിലെടുത്താണ് നടപടി. മെയ് 20 വരെയാണ് ക്രമീകരണം. പകൽ വെയിലത്ത് ജോലി ചെയ്യുന്ന എല്ലാ തൊഴിലാളികൾക്കും ഉച്ചയ്ക്ക് 12 മുതൽ 3 വരെ വിശ്രമവേളയാണ്. ഇവരുടെ ജോലി സമയം രാവിലെ 7 മുതൽ വൈകുന്നേരം 7 വരെയുള്ള സമയത്തിനുള്ളിൽ 8 മണിക്കൂറായിരിക്കും. ഷിഫ്റ്റ് വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്നവർക്ക് രാവിലത്തെ ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 12-ന് അവസാനിക്കുന്ന തരത്തിലും ഉച്ചയ്ക്ക് ശേഷമുള്ള ഷിഫ്റ്റ് 3 മണിക്ക് ആരംഭിക്കുന്ന തരത്തിലും പുനഃക്രമീകരിച്ചു. ജമ്മുകാശ്മീരിൽ പുൽവാമ ജില്ലയിലെ അവാന്തിപുരയ്ക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്ക് നേരെ 2019 ഫെബ്രുവരി 14 തീവ്രവാദികൾ മനുഷ്യബോംബ് ആക്രമണം നടത്തുകയായിരുന്നു. 40 സൈനികർക്ക് ജീവൻ നഷ്ടമായ പുൽവാമയിലെ ആക്രമണത്തിന് ബാലക്കോട്ടിലെ സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിടി സ്വദേശി VV വസന്തകുമാറും ഉണ്ടായിരുന്നു. പുൽവാമ ആക്രമണം നടന്നിട്ട് ഇന്ന് 7 വർഷം. ജമ്മുകാശ്മീരിലെ പുൽവാമ ജില്ലയിലെ അവാന്തിപുരയ്ക്കടുത്ത് സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾക്കു നേരെ 2019 ഫെബ്രുവരി 14 തീവ്രവാദികൾ മനുഷ്യബോംബ് ആക്രമണം നടത്തുകയായിരുന്നു. 40 സൈനികർക്ക് ജീവൻ നഷ്ടമായ പുൽവാമയിലെ ആക്രമണത്തിന് ബാലക്കോട്ടിലെ സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യ തിരിച്ചടി നൽകിയത്. വീരമൃത്യു വരിച്ചവരിൽ വയനാട് ലക്കിടി സ്വദേശി VV വസന്തകുമാറും ഉണ്ടായിരുന്നു. ഇന്ത്യയുടെ 40 വീര സൈനികരെയാണ് ഭീകരാക്രമണത്തിൽ നഷ്ടമായത്. അവധി കഴിഞ്ഞു മടങ്ങുന്നവരടക്കം 2547 CRPF ജവാന്മാർ 78 വാഹനങ്ങളിലായി ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോകുമ്പോഴായിരുന്നു പുൽവാമ ജില്ലയിലെ അവന്തിപുരയ്ക്ക് സമീപം ആക്രമണമുണ്ടായത്. എയർ ഇന്ത്യക്ക് പിഴയിട്ട് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ യാത്രക്കാരുടെ സുരക്ഷയിൽ ഗുരുതര വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാണിച്ചാണ് 1 കോടി രൂപ പിഴ ചുമത്തിയത്. എയർ വെറ്റനൻസ് പെർമിറ്റ് ഇല്ലാതെ 8 തവണ യാത്രാ വിമാനം ഉപയോഗിച്ചതിനാണ് നടപടി. വ്യോമയാന നിയമങ്ങൾ അനുസരിച്ച് ഓരോ വിമാനവും പറക്കുന്നതിന് മുൻപ് കൃത്യമായ സാങ്കേതിക പരിശോധനകൾ പൂർത്തിയാക്കി എയർ വെറ്റനൻസ് സർട്ടിഫിക്കറ്റ് ഉറപ്പാക്കേണ്ടതുണ്ട്. എന്നാൽ ഈ മാനദണ്ഡങ്ങൾ എയർ ഇന്ത്യ പാലിച്ചില്ല എന്ന് ഈ മാസം ആദ്യം DGCA കണ്ടെത്തിയിരുന്നു. പിന്നാലെയാണ് നടപടി. പിഴത്തുക അടയ്ക്കുന്നതിനൊപ്പം ഭാവിയിൽ ഇത്തരം വീഴ്ചകൾ ഉണ്ടാകില്ലെന്ന് ഉറപ്പാക്കാനുള്ള കർശന നടപടികൾ സ്വീകരിക്കാനും എയർ ഇന്ത്യക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സൈനിക ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികാര സ്ഥാനങ്ങളിലുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് വിരമിച്ചതിന് ശേഷം പുസ്തകങ്ങൾ എഴുതുന്നതിന് മുമ്പ് 20 വർഷത്തെ കൂളിംഗ് ഓഫ് പീരിയഡ് ഏർപ്പെടുത്തുന്നത് സർക്കാർ പരിഗണിച്ചേക്കുമെന്ന് ഈ വിഷയത്തെക്കുറിച്ച് അറിയാവുന്ന ഉന്നത ഉദ്യോഗസ്ഥർ വെള്ളിയാഴ്ച പറഞ്ഞു. മുൻ കരസേനാ മേധാവി ജനറൽ റിട്ടയർഡ് മനോജ് മുകുന്ദ് നരവാനയുടെ പ്രസിദ്ധീകരിക്കാത്ത ഓർമ്മക്കുറിപ്പായ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ സംഭവവികാസം. ഇക്കഴിഞ്ഞ ബുധനാഴ്ച ഉത്തർപ്രദേശിൽ യോഗി സർക്കാർ അവതരിപ്പിച്ചത് 9.12 ലക്ഷം കോടി രൂപയുടെ ബജറ്റാണ്. 2026-27 ഈ ബജറ്റ് പാകിസ്ഥാന്റെ ബജറ്റിനേക്കാൾ 1.5 മടങ്ങ് വലിപ്പം കൂടിയതാണെന്ന് വിലയിരുത്തൽ. കാരണം പാകിസ്ഥാന്റെ 2025-26 ബജറ്റ് 5.69 ലക്ഷം കോടി രൂപയുടേതായിരുന്നു. ഇതോടെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ യോഗി ഒറ്റയൊരാൾ മതി എന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ പ്രചാരണം നടക്കുകയാണ്. പാകിസ്ഥാനേക്കാൾ വലിയ ബജറ്റ് എന്ന മാത്രമല്ല, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ എന്നീ 3 രാജ്യങ്ങളുടെ ബജറ്റ് ഒന്നിച്ചു കൂട്ടിയാൽ അതിനേക്കാൾ വലുതാണ് UPയുടെ ബജറ്റ്. ന്യൂയോർക്കിൽ ഖാലിസ്ഥാൻ വിഘടനവാദി ഗുർപത്വന്ത് സിംഗ് പന്നുവിനെതിരെ കൊലപാതക ശ്രമം നടത്തിയെന്ന കുറ്റാരോപിതനായ ഇന്ത്യൻ പൗരൻ നിഖിൽ ഗുപ്ത മാൻഹാട്ടൻ ഫെഡറൽ കോടതിയിൽ കുറ്റസമ്മതം നടത്തി. ഭീകരവാദ കുറ്റങ്ങൾ ചുമത്തി ഇന്ത്യയിൽ പന്നുവിനെ തിരയുന്നയാളാണ് US ഉദ്യോഗസ്ഥർ. ഗുപ്ത ഒരു ഇന്ത്യൻ സർക്കാർ ജീവനക്കാരന്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ചുവെന്ന് തെളിവുകൾ നൽകാതെ കേസ് ന്യൂഡൽഹിയുമായി ബന്ധിപ്പിച്ചതായി US ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു. വെള്ളിയാഴ്ച US മജിസ്ട്രേറ്റിന്റെ ജഡ്ജി സാറ നെറ്റ്ബേണിന് മുമ്പാകെ 54-കാരനായ ഗുപ്ത വാടകയ്ക്ക് കൊലപാതകത്തിന് വേണ്ടി ഗൂഢാലോചന, കള്ളപ്പണം വെളുപ്പിക്കൽ, ഗൂഢാലോചന എന്നീ 3 ക്രിമിനൽ കുറ്റങ്ങൾ സമ്മതിച്ചു. കുറ്റങ്ങളെല്ലാം കൂടി ചേർത്താൽ പരമാവധി 40 വർഷം തടവ് ശിക്ഷ ലഭിക്കും. US യുദ്ധക്കപ്പലുകൾ സ്ഥാനങ്ങളിലേക്ക് നീങ്ങുകയും പിരിമുറുക്കങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിലെ ഭരണമാറ്റത്തിനുള്ള സാധ്യത പരസ്യമായി ഉയർത്തുകയാണ്. നോർത്ത് കരോലിനയിലെ ഫോർട്ട് ബ്രാഗിൽ സൈനികരെ സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ട്രംപ് സൈനിക നടപടി സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തന്റെ ഭരണകൂടം പരിഗണിക്കുമ്പോൾ
ടെഹ്റാനിൽ അധികാരമാറ്റം സംഭവിക്കാവുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും എന്ന് പറഞ്ഞു. മിഡിൽ ഈസ്റ്റിൽ അമേരിക്കൻ സൈനിക സാന്നിധ്യം വർദ്ധിക്കുന്നതിനാൽ മിഡിൽ ഈസ്റ്റിലേക്ക് രണ്ടാമത്തെ US വിമാനവാഹിനി കപ്പൽ സംഘത്തെ വിന്യസിച്ചതായി സ്ഥിരീകരിച്ചതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ട്രംപിന്റെ പ്രസ്താവന വന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് ആർ ഫോർഡ് കരീബിയനിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റുന്നു. മറ്റ് US നാവിക ആസ്തികൾക്കൊപ്പം ഈ മേഖലയിൽ ഇതിനകം പ്രവർത്തിക്കുന്ന USS എബ്രഹാം ലിങ്കണുമായി ഇത് ചേരും. ബംഗ്ലാദേശിലെ മരുന്നിന് ഒരു ഹിന്ദു MP വിജയിച്ചു കയറി. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി BNP ടിക്കറ്റിൽ മത്സരിച്ച ജ്ഞാനേശ്വർ ചന്ദ്ര റോയ് ആണ് ജയിച്ചത്. ധാക്ക ജില്ലയിലെ ധാക്ക 3 ലോക്സഭാ മണ്ഡലത്തിലാണ് ഇയാൾ മത്സരിച്ചത്. ഹിന്ദു സ്ഥാനാർത്ഥിയാണെങ്കിലും തൊപ്പിയിടാതെ പറ്റില്ല. ഒരു മുസ്ലിമിന് തുല്യമായി തന്നെ നിൽക്കണമെന്നതാണ് ഇവിടുത്തെ കഷ്ടസ്ഥിതി. ജ്ഞാനേശ്വർ ചന്ദ്ര റോയിയുടെ ഫോട്ടോയും അങ്ങനെ തന്നെ. തഖിയ മുസ്ലിം തൊപ്പി ധരിച്ച നിലയിലാണ് ഇദ്ദേഹത്തെ കാണുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.